നമസ്തേ. ഉത്തമനായ ശിഷ്യൻ ഗുരുവിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഞാനാര്? ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി? സംപ്രീതനായ ഗുരുനാഥൻ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കരുണയോടും കൂടി ശിഷ്യന്റെ യോഗ്യതകളൊക്കെ പരീക്ഷിച്ചതിന് ശേഷം ബ്രഹ്മവിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ തുടങ്ങുകയാണ്. സത്യജിജ്ഞാസു ചോദിക്കേണ്ട 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഞാൻ ആരാകുന്നു? ഈ പ്രപഞ്ചം എവിടെ നിന്നാണ് വന്നത്, സംഭവിച്ചത്, എങ്ങനെയുണ്ടായി, ആരാണ് അതിൻ്റെ സൃഷ്ടികർത്താവ് എന്നെല്ലാം ഈ പ്രപഞ്ചം എവിടെ നിന്ന് എന്നുള്ള ചോദ്യത്തിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തിയത് ആരാണ്? ഇതെങ്ങനെയൊക്കെയാണ് സൃഷ്ടി നടന്നത്? എന്നാണ് നടന്നത്? ഈ സൃഷ്ടികർത്താവിന് ആദ്യം എന്തുകൊണ്ട് അങ്ങനെ തോന്നി? തുടങ്ങിയ കുറേയേറെ ചോദ്യങ്ങൾ ഈ ചെറു ചോദ്യത്തിനകത്ത് അന്തർഭവിച്ചിട്ടുണ്ട്. പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിൽ ഇതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് അധ്യാത്മശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആരാണ്? ഞാൻ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചം എവിടെ നിന്ന്? അപ്പം ഞാനും എൻ്റേതും എന്ന 2 നിലനിൽപ്പായിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും തിരിക്കുകയാണ് ഇവിടെ. ഞാൻ, എൻ്റേത്. ഇപ്പം ഞാനാണ് രാവിലെ എണീക്കുന്നത്, ഞാൻ സൂര്യനെ കാണുന്നു, ഞാൻ പല്ല് തേക്കുന്നു, ഞാൻ കുളിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഞാൻ ജോലിക്ക് പോകുന്നു, ഞാൻ വൈകുന്നേരം തിരിച്ചു വരുന്നു, ഞാൻ സിനിമ കാണുന്നു. ഇങ്ങനെ എല്ലാ വ്യവഹാരത്തോടും ചേർന്ന് ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ഉറങ്ങുന്നു, ഉറക്കത്തിലും ഞാൻ ഉറങ്ങുന്നു എന്നുള്ള ആ ഒരു അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തലത്തിലേക്ക് വരുന്നില്ല. ഞാൻ സുഖമായി ഉറങ്ങുന്നു എന്നുള്ള ഒരു ആനന്ദരൂപത്തിൽ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എപ്പോഴും മാറാതെ നിൽക്കുന്ന ഒരു വസ്തു ഉണ്ടല്ലോ ഞാൻ. ഇപ്പം ഞാൻ ഉണർന്നു, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉറങ്ങി, ഞാൻ പോയി, ഞാൻ വന്നു, ഇങ്ങനെ എല്ലാം പറയുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഞാനുണ്ട്. അത് ഏതൊരു ജീവിയാണെങ്കിലും ആ ഞാനെന്നുള്ള ആ ഒരു ബോധം ഉണ്ടായി വരുന്നു. ഉറങ്ങി കഴിഞ്ഞ് ഉണർന്നു വരുന്നയാളുടെ ഒരു അനുഭവം ഗുരു പറയുന്ന അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും, ഇതിനോടൊരു ഇതന്ത വാമയായും ആത്മോപദേശത്തിൽ പറയുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഉണരുന്ന ഒരാളുടെ അനുഭവം എന്തായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആദ്യം ഇതാ കിടന്നുറങ്ങുകയാണ്, സുഖമായ ഉറക്കം, ഗാഠനിദ്ര. ആ നിദ്രയുടെ ഒരു അവസാനത്തിലേക്ക് വരികയാണ്, സാവധാനം ഉണരുന്നു. അപ്പം ആദ്യം ഉണ്ടാകുന്ന തോന്നൽ എന്താ? സാവധാനം ഈ ജാഗ്രതയിലേക്ക് വരികയാണ്, പൂർണ്ണമായ നിദ്രയുടെ ആ ഒരു വിശേഷത്തിൽ നിന്ന് സാവധാനം ഇങ്ങനെ അടുത്ത് നടക്കുന്ന ചെറിയ ഒച്ച ഫാനിൻ്റെ ശബ്ദം കേൾക്കുന്നു. അടുക്കളയിലെ ഭാര്യ ജോലി ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. കിളിയുടെ കളകൂജനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഫാൻ കറങ്ങുന്നത് വ്യക്തമായിട്ട് കാണുന്നു. അടുത്ത് കിടക്കുന്ന ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ മണി 5 ആയിരിക്കുന്നു. സാവധാനം എണീക്കുന്നു, വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഉറങ്ങിയപ്പോൾ ഏതൊരു ചൈതന്യത്തിലാണോ എത്തിയിരുന്നത് അവിടെ നിന്ന് ആദ്യം ഉണർന്നു വരുന്നു. അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരുന്നു. ആത്മാവിനോട് ചേർന്നിരുന്ന അവസ്ഥയിൽ നിന്ന് പിന്നെ നമുക്ക് അനുഭവമാകുന്നത് ഞാനെന്നുള്ള ഒരു തോന്നൽ. പിന്നെ അടുത്ത നിമിഷമോ അഹന്ത വന്നു കഴിഞ്ഞാലോ വരും ഇതിനോടൊരു ഇതന്ത വാമയായും. പിന്നെ എന്ത് വരുന്നു ഇടത് സൈഡിൽ? അല്ലെങ്കിൽ പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതന്ത, ഇത്. ഞാനിതാ ഉണർന്നിരിക്കുന്നു, ഇതാ ഞാൻ ഫാൻ കാണുന്നു, ഇതാ ഞാൻ ക്ലോക്ക് കാണുന്നു.
ഇതാ ഞാൻ ശബ്ദം കേൾക്കുന്നു. അപ്പൊ ഇതെന്ത് എവിടെ വന്നു? ആദ്യം അഹന്ത, രണ്ടാമത് ഇതെന്ത. അപ്പൊ അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരും, ഇതിനോടൊരിദന്ത വാമയായും വരുമിവ രണ്ട് ഉലപങ്ങൾ പോലെ മായാമരമഖിലം മറയെ പടർന്നിടുന്നു. ഗുരു അധ്യാത്മസത്യം വളരെ ഭംഗിയായിട്ട് തന്റെ കൃതികളിലെ വിശദീകരിക്കുകയാണ്. അധ്യാത്മശാസ്ത്രജ്ഞൻ, ഉത്തമനായ ശാസ്ത്രജ്ഞൻ, അധ്യാത്മവിദ്യയുടെ പാരം കണ്ടവര്, പരമാത്മവിദ്യയുടെ പരമാവധി കണ്ടോര് സ്വാമിയെപ്പോലെ ഒരാളില്ലെന്ന് കുമാരനാശാൻ പറയുന്നുണ്ട്. പരമാത്മവിദ്യ, അധ്യാത്മവിദ്യയുടെ പാരംഗതനായി ഇവിടെ ഗുരു വിലസിക്കൊണ്ടാണ് ഈ കൃതികൾ എഴുതുന്നത്. അതാണ്, ഇത് ശുഗമുനിയാണോ, ഇത് ബുദ്ധനാണോ, സാരമോർക്കിൽ അഹിംസരിൽ സുഗതനോ, ബ്രഹ്മചര്യ പാരഗതാം മുനിമാരിൽ ശുഗബ്രഹ്മനോ എന്നൊക്കെ ഇങ്ങനെ ഗുരുവിനെക്കുറിച്ച് ആശാൻ ഇങ്ങനെ അത്ഭുതം കൂറുന്നുണ്ട്. ഇത് സുഗതനാണോ ഈ നിൽക്കുന്നത്? സാക്ഷാൽ അനുകമ്പയുടെ മൂർത്തിയായ ബുദ്ധഭഗവാനാണോ, അതോ ശുഗമുനിയാണോ, വ്യാസപുത്രനായ ശുഗമഹർഷിയാണോ? അറിവിന്റെ തലത്തില്, അനുഭവത്തിന്റെ തലത്തില്, ശാസ്ത്രജ്ഞാനത്തിന്റെ തലത്തിലെല്ലാം അങ്ങേയറ്റം എത്തിയ ഒരു പുണ്യചരിതൻ. ആ പുണ്യചരിതന്റെ കവനങ്ങളാണ്, കൃതിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ബ്രഹ്മവിദ്യാപഞ്ചകത്തിലെ വേദം മുഴുവൻ, വേദാന്ത തത്വങ്ങൾ മുഴുവൻ 5 ശ്ലോകങ്ങളിലായിട്ട് ഇതാ സൂത്രരൂപത്തിൽ വെച്ചിരിക്കുകയാണ്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു കൃതി മാത്രം പഠിച്ചാൽ വേദാന്തത്തിന്റെ അല്ലെ വേദതത്വങ്ങൾ, അധ്യാത്മതത്വങ്ങൾ മുഴുവൻ സ്വാംശീകരിക്കപ്പെടാൻ കഴിവുള്ള ഒരു കൃതിയാണ്. ഞാൻ മനോജ്ഞമായ ഒരു കൃതിയിൽ കൂടി നമ്മളോട് പറഞ്ഞു തരികയാണ് എത്ര സുന്ദരമായി ബ്രഹ്മവിദ്യ. ഇപ്പൊ ആത്മദശകത്തിൽ എന്ത് പറഞ്ഞു? ഇതാ ഉറങ്ങുന്ന ഒരാള് ആ അറിവിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ഒരു അഹന്ത ആദ്യമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിനോട് ചേർന്ന് ഒരു ഇദന്തയായിട്ടും വരുന്നു. അപ്പൊ ഞാൻ ഇതാ ഉണർന്നു വരുന്നു, അതിനോട് ചേർന്ന് ഇതെന്ന് ഓരോന്നോരോന്നായിട്ട് അനുഭവപ്പെടുന്നു. ഇതാ എൻ്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് അത് വേണം, എനിക്ക് കുടയെടുക്ക്, ബാഗ് എടുക്കുക, ഭക്ഷണം എടുക്കുക എന്നിങ്ങനെ പറഞ്ഞ് ഇദന്ത രണ്ടാമത് വരുന്നു. ഇങ്ങനെ അഹെന്നും ഞാനെന്നും എന്റേതെന്നും രണ്ടായിട്ട് നമുക്ക് ഈ പ്രപഞ്ച വസ്തുക്കളെയൊക്കെ തിരിക്കാം, അഹന്തയും ഇദന്തയുമായിട്ട്. ഇത് 2 ഉലപങ്ങൾ പോലെ മായാമരം അഖിലം മറയെ പടർന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഗുരു നമുക്ക് പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ. അല്ലെ, ഗുരുവിന്റെ മുഖം, ഗുരുസ്വരൂപം എന്ന് പറയുന്ന അധ്യാത്മശാസ്ത്രജ്ഞൻ എന്നുള്ള തലത്തിലാണ് കാണേണ്ടത്. മറ്റതൊക്കെ ഗുരുവിന്റെ മഹത്വത്തിലെ കോറിയിട്ടപ്പെട്ട ചെറിയ ചെറിയ തൂവലുകളാണ്. പക്ഷേ ആഭരണമായിട്ട് ശോഭിക്കുന്നത്, കിരീടമായിട്ട് ശോഭിക്കുന്നത് ഈ അധ്യാത്മവിദ്യയാണ്. അതുകൊണ്ടാണ് അധ്യാത്മവിദ്യയുടെ പ്രണേതാവ്, അധ്യാത്മശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് ഗുരുവിന്റെ നില എന്ന് പറയുന്നത് ഭാരതത്തിലെ പൂർവികരായിട്ടുള്ള അധ്യാത്മശാസ്ത്രജ്ഞന്മാരുടെ ആ ഒരു പട്ടികയിലെ ഉന്നതനായ വ്യക്തി, സമശീർഷനില്ലാത്ത വ്യക്തി. അതാണ് ഗുരുവിനെ സമം വയ്ക്കാൻ ഒരാളെ കാണുന്നില്ല നമ്മൾ. മഹർഷിമാരുണ്ടെന്ന് പറഞ്ഞാലും അവരേതെങ്കിലുമൊക്കെ വിഷയങ്ങളില് പാരഗതന്മാരായിരുന്നു. മറിച്ചിവിടെ നാരായണമുനിയോ, നാരായണമുനി എല്ലാ വിദ്യയുടെയും, അധ്യാത്മവിദ്യയും ലൗകിക വിദ്യയിൽ പലതിൻ്റെയും, അഷ്ടാംഗഹൃദയത്തിൻ്റെയും ആയുർവേദത്തിൻ്റെയും ജ്യോതിഷത്തിൻ്റെയും അതേപോലെ ഏതേതൊക്കെ വിദ്യ ഒരു ഗുരുനാഥന് വേണോ അത് ആ വിദ്യകളെല്ലാം ഉന്നതനായിട്ടുള്ള യോഗശാസ്ത്രത്തില്, ജ്ഞാനശാസ്ത്രത്തില്, ഭക്തിശാസ്ത്രത്തില്, രാജയോഗത്തില്, കർമ്മയോഗത്തില് എല്ലാം കുശലനായ ഒരു വ്യക്തി പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ ഗുരുമുഖത്തു നിന്നാണ് നമ്മളിതാ ബ്രഹ്മവിദ്യ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് നമുക്ക് ധാരാളം കൃതികളൊന്നും പഠിക്കുവാൻ, ശാസ്ത്രം പഠിക്കുവാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല, സന്ദർഭം ഉണ്ടായെന്ന് വരുന്നില്ല, അവസരം ഉണ്ടായെന്ന് വരുന്നില്ല. എന്നാലും എല്ലാം ഒരു ചെപ്പിലൊതുക്കിയതുപോലെ നമ്മുടെ മുമ്പിൽ ഗുരുദേവ കൃതികളായിട്ട് വന്നിരിക്കുന്നു. അതിൽ എന്തുകൊണ്ടും ഉന്നത ഭാവത്തിൽ നിൽക്കുന്ന
ഈ ബ്രഹ്മവിദ്യാപഞ്ചകം പഠിക്കേണ്ടി വരുമ്പോൾ അതൊരു സുഹൃതത്തിൻ്റെ ഒരു നന്മയുടെ ഭാഗമായിട്ട് കണ്ട് മനസ്സിലാക്കി ആ സുകൃതിമണിയായ ഗുരു എഴുതി തന്ന ഈ സുഹൃതത്തെ നമുക്ക് വേണ്ടതുപോലെ ഹൃദയത്തോടൊന്ന് ചേർക്കാം. നന്ദി.